സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 165 രൂപയും പവന് 1320 രൂപയും കുറഞ്ഞു. 3 ദിവസത്തിന് ശേഷമാണ് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണവിലയിൽ ഇപ്പോഴുള്ള ചാഞ്ചാട്ടം ഇനി എത്ര കാലം തുടരുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നീത നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നീത, ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ കണ്ടതാണ് സ്വർണ്ണവില ഇങ്ങനെ ഇടിഞ്ഞ് 1 ലക്ഷത്തിന് താഴേക്ക് എത്തി, 99,000 രൂപ വരെ എത്തി. എന്നാൽ അവിടെ നിന്നും വീണ്ടും കുതിച്ചുയരുകയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും സ്വർണ്ണവിലയിൽ 1,000 രൂപയോളമെങ്കിലും കുറഞ്ഞിട്ടുള്ളതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാനുള്ളൊരു സാധ്യതയാണോ മുന്നിലുള്ളത്? അത് തന്നെയാണ് ആവണി. എന്തായാലും നിലവിൽ ഇന്നത്തെ പവൻ വില 1,09,360 രൂപ എന്നുള്ളതാണ്. നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ ഇനി 1 ലക്ഷത്തിൽ താഴേക്ക് എത്തുമോ സ്വർണ്ണവില എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നൊരു സാഹചര്യത്തിൽ പോലും സ്വർണ്ണവില പല സമയങ്ങളിലായി വില കുറഞ്ഞൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും 1 ലക്ഷത്തിൽ താഴേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,320 രൂപ പവനും 165 രൂപ ഗ്രാമിനും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഒരു നല്ല സമയം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും ഈ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ അന്താരാഷ്ട്ര വിപണിയിലെ ആശങ്ക അത് കുറയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ തുടർച്ചയായുള്ള ഒരു കുറവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ കാത്തിരിക്കുന്നതും. ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന പോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നിലപാട്. പക്ഷേ അപ്പോഴും സ്വർണ്ണവില ആ രീതിയിൽ നോക്കുമ്പോൾ സ്വർണ്ണവില ഉയർന്നു നിൽക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വിപണിയെ ഏത് രീതിയിലാകും ഇത് സ്വാധീനിക്കുക എന്നുള്ളത് ഇനി വരും സമയങ്ങൾ തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും ഈ യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും സ്വർണ്ണവില കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പല അവസരങ്ങളിലും. ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് പോലെ ഈ യുദ്ധ സാഹചര്യമാണ് ഈ സ്വർണ്ണവിലയെ കൂട്ടുന്നത്, അല്ലെങ്കിൽ സ്വർണ്ണവില ഉയർന്നു നിൽക്കാനുള്ള കാരണം എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ കണ്ടതാണ് സ്വർണ്ണവില അപ്പോഴും താഴ്ന്നു നിൽക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെയാകും സ്വർണ്ണവില എന്നുള്ളത് വരും സമയങ്ങളിൽ തന്നെ അറിയേണ്ടതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു വില അനുസരിച്ച് 1,09,360 രൂപയാണുള്ളത്. ഇനിയും സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുറയുകയാണെങ്കിൽ ഒരു പക്ഷേ 1 ലക്ഷത്തിന് താഴേക്ക് എത്തുമോ എന്നുള്ളതും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന കാര്യമാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഒരുപക്ഷെ ഇന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷവും വീണ്ടും സ്വർണ്ണവില കുതിച്ചുയരാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ കണക്കനുസരിച്ച് സ്വർണ്ണവില കുറഞ്ഞു തന്നെ നിൽക്കുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. പവൻ വില 1,09,360 രൂപ എന്നുള്ള കണക്കും ഒപ്പം തന്നെ ഗ്രാമിന് 13,670 എന്നുള്ളൊരു കണക്കിലുമാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഏത് രീതിയിലാകും വിപണിയെ സ്വാധീനിക്കുക എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.